CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് ചേർന്ന CPM ജില്ലാ നേതൃയോഗത്തിലാണ് തീരുമാനം. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടി വേണമോ എന്ന് തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം നേരത്തെ തയ്യാറായിരുന്നില്ല. കേസ് അന്വേഷിക്കുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിലായിരുന്നു ആ ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നടന്ന യോഗങ്ങളിലെല്ലാം പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത് വിമർശന വിധേയമായി. ഇതോടെ നേതൃത്വം സമ്മർദ്ദത്തിലുമായി. ഇതിനു പിന്നാലെയാണ് പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം റിപ്പോർട്ട് ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യം ജില്ലാ നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിച്ചു. പത്മകുമാറിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിനെന്നും എന്ത് നടപടി വേണമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് തീരുമാനിക്കാമെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാക്കുകൾ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണ് പലരും പ്രതീക്ഷിച്ചതെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത്. പത്മകുമാറിനെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. ഇതേക്കുറിച്ച് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ ചുമതലയുള്ള തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പാർട്ടിയിലെ എല്ലാ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എന്തൊക്കെയാണ് കുറ്റം എന്ന് കൃത്യമായിട്ട് നിർവചിച്ച് ചോദിക്കേണ്ട വിശദീകരണം അത് ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിന്റെ വിശദീകരണം എന്ന് ചോദിച്ചതിന് നൽകിയ മറുപടി ആ മറുപടി തൃപ്തികരമല്ല. പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പത്മകുമാറിന്റെ നീക്കത്തിന് നേതൃത്വം വഴങ്ങിയെന്ന വിമർശനങ്ങളെ നേതാക്കൾ തള്ളിക്കളയുന്നുണ്ട്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഭയക്കുന്നില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. സർക്കാരിന്റെ കുറ്റപത്രം ഇതേവരെ കോടതി കൊടുത്തിട്ടില്ല. ആ കുറ്റപത്രം കൊടുത്താലുടൻ ആ കുറ്റപത്രം നോക്കിക്കൊണ്ട് ആ കുറ്റപത്രത്തിന്റെ ഗ്രാവിറ്റി പരിശോധിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ ആ നടപടി അന്തിമ നടപടിയിലേക്ക് പോവുക. അതുകൊണ്ട് ആണ് അന്വേഷണ വിധേയമായിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മീഡിയ 1 പത്തനംതിട്ട.